ഹലോ എവരിവൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള സെൻറ്റൻസസ് ആണ് നോക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ അമ്മമാർക്ക് കുട്ടികളോട് പറയാൻ പറ്റുന്നതായിട്ടുള്ള, അതായത് നമ്മൾ അമ്മമാർ കുട്ടികളോട് ഡെയിലി പറയുന്നതായിട്ടുള്ള കുറച്ച് കുട്ടി സെൻറ്റൻസുകളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസ് പറയാം കേട്ടോ. നമ്മളെല്ലാവരും പറയാറുണ്ട് കുട്ടികളോട് മുടി കെട്ടിവെക്ക്, മുടി അഴിച്ചിടുക, അല്ലെങ്കിൽ മുടി മെടഞ്ഞിട്, മുടി തുകർത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് മുടി കെട്ടിവെക്ക്, ഇതെങ്ങനെ നമുക്ക് പറയാം? മുടി കെട്ടിവെക്ക് എങ്ങനെ പറയാമെന്നറിയോ? ഡു യുവർ ഹെയർ എന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഡു യുവർ ഹെയർ, മുടി കെട്ടിവെക്ക് എന്നായിട്ടോ. ഇനി നമുക്ക് എന്താണ് മുടി അഴിച്ചിടുക എന്ന് പറയുകയാണെങ്കിലോ അൺഡു യുവർ ഹെയർ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അൺഡു യുവർ ഹെയർ എന്ന് വെച്ചാൽ എന്താണ്? മുടി അഴിച്ചിട് എന്നാണ് കേട്ടോ. അതുപോലെ തന്നെ മുടി പിന്നിയിടൂ, എങ്ങനെ പറയാം നമുക്ക്? മുടി പിന്നിയിടൂ, അങ്ങനെ പറയാം. ബ്രൈഡ് യുവർ ഹെയർ എന്ന് പറയാം കേട്ടോ. ബ്രൈഡ് യുവർ ഹെയർ. ഇനി മുടിയുടെ പിന്നിൽ അഴിക്ക്, അല്ലെങ്കിൽ മുടി എന്താണ് മെടഞ്ഞത് അഴിക്ക് എന്ന് എങ്ങനെ പറയാം? അൺബ്രൈഡ് യുവർ ഹെയർ, അൺബ്രൈഡ് യുവർ ഹെയർ എന്ന് പറഞ്ഞത് കേട്ടോ. അതുപോലെ തന്നെ മുടി നനഞ്ഞ മുടിയാണെങ്കിൽ നമ്മൾ മുടി തുകർത്ത് എന്ന് പറയാറുണ്ടല്ലേ. മുടി ശരിക്കും ഡ്രൈ ആക്കുമെന്ന് പറയാറില്ലേ. എങ്ങനെ പറയാം? ഡ്രൈ യുവർ ഹെയർ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഡ്രൈ യുവർ ഹെയർ എന്ന് പറയാം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ മുടി നമ്മൾ പാർട്ട് ചെയ്യാൻ പറയാനല്ലേ, മുടി വകഞ്ഞിടുക എന്ന് പറയാറുണ്ട് നമ്മളല്ലേ. ഇതെങ്ങനെ നമുക്ക് പറയാം? പാർട്ട് യുവർ ഹെയർ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. പാർട്ട് യുവർ ഹെയർ എന്ന് വെച്ചാൽ മുടി വകഞ്ഞിടുക എന്നാട്ടോ. നെക്സ്റ്റ് ഷർട്ടിൻ്റെ ബട്ടൺ ഇടുക എന്ന് പറയാറുണ്ട് നമ്മൾ കുട്ടികളോട് അല്ലേ. ഷർട്ടിൻ്റെ ബട്ടൺ ഇട്, അല്ലെങ്കിൽ ബ്ലൗസിൻ്റെ കൊളത്തിടുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതെങ്ങനെ പറയാം? ഷർട്ടിൻ്റെ ബട്ടൺ ഇടൂ, ബട്ടൺ അപ്പ് യുവർ ഷർട്ട്, ബട്ടൺ അപ്പ് യുവർ ഷർട്ട് എന്നാണ് പറയാം കേട്ടോ. അതുപോലെ തന്നെ എന്നിട്ട് ബ്ലൗസിൻ്റെ കൊളുത്തിടും എന്ന് എങ്ങനെ പറയാം? അപ്പോൾ ഹുക്കപ്പ് യുവർ ബ്ലൗസ് എന്ന് പറയാം കേട്ടോ. ഹുക്കപ്പ് യുവർ ബ്ലൗസ് എന്ന് വെച്ചാൽ ബ്ലൗസിൻ്റെ കൊളുത്തിടൂ എന്നാട്ടോ. നെക്സ്റ്റ് നമ്മൾ പാൻറ്റിൻ്റെ സിബിടൂ എന്ന് പറയാറുണ്ട് കുട്ടികളോട് അല്ലേ. പാൻസിൻ്റെ സിബിടൂ എന്ന് എങ്ങനെ പറയാം? സിപ്പ് അപ്പ് യുവർ പാൻസ്, സിപ്പ് അപ്പ് യുവർ പാൻസ് എന്ന് പറയാം കേട്ടോ. അതുപോലെ തന്നെ പാൻറ്റിൻ്റെ സിബ് അഴിക്കുന്ന എങ്ങനെ പറയാം? അപ്പോൾ എങ്ങനെ പറയാം? അൺസിപ്പ് യുവർ പാൻസ് എന്ന് പറയാം കേട്ടോ. അൺസിപ്പ് യുവർ പാൻസ് എന്ന് പറയാം കേട്ടോ. സിമ്പിളാണല്ലേ. നമ്മൾ മലയാളത്തിൽ പറയുന്നതിനേക്കാൾ എളുപ്പമായിട്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് പറയാവുന്നതേ ഉള്ളൂ അല്ലേ. ഓക്കെ, അടുത്തത് നോക്കാം. പാവാട താഴ്ത്തിയിടൂ എന്നിങ്ങനെ നമുക്ക് പറയാം. പാവാട താഴ്ത്തിയിടൂ, അല്ലെങ്കിൽ സാരി താഴ്ത്തിയിടൂ എന്നൊക്കെ എങ്ങനെ പറയാം? അൺടക്ക് യുവർ സ്കേർട്ട് എന്ന് പറയാം കേട്ടോ. അൺടക്ക് യുവർ സ്കേർട്ട് എന്ന് വെച്ചാൽ എന്താണ്? നിന്റെ സ്കേർട്ട് താഴ്ത്തിയിടുന്ന കേട്ടോ. അതുപോലെ തന്നെ സ്കേർട്ട് എന്താണ്? പൊക്കി കുത്തു, എങ്ങനെ നമുക്ക് പറയാം? അതൊന്ന് പൊക്കി പിടിക്കുമെന്ന് പറയാറുണ്ടല്ലേ. ആ പാവാട ഒന്ന് പൊക്കി പിടിക്കുമെന്ന് പറയാറില്ലേ. ഇതെങ്ങനെ നമുക്ക് പറയാം? ടക്കപ്പ് യുവർ സ്കേർട്ട്, ടക്കപ്പ് യുവർ സ്കേർട്ട്, അല്ലെങ്കിൽ ടക്കപ്പ് യുവർ സാരി, സാരി ആണെങ്കിൽ ടക്കപ്പ് യുവർ സാരി, അല്ലെങ്കിൽ നിൻ്റെ പാൻസ് ആണ് പൊക്കി പിടിക്കാൻ പറയുന്നതെങ്കിലോ ടക്കപ്പ് യുവർ പാൻസ്. ഓക്കെ, ഇങ്ങനെ പറയാവുന്നത് കേട്ടോ. പിന്നെ നഖം വെട്ടി വൃത്തിയാക്കൂ എന്ന് നമ്മൾ കുട്ടികളോട് പറയാറുണ്ട്. നഖം വെട്ടി വൃത്തിയാക്കൂ എങ്ങനെ പറയാം? ട്രിം യുവർ നെയിൽസ് എന്ന് പറയാം കേട്ടോ. ട്രിം യുവർ നെയിൽസ്, നഖം വെട്ടി വൃത്തിയാക്കൂ. പിന്നെ നമ്മൾ പറയാറുണ്ട് എന്താണ്? വൈകിട്ട് 4 മണിൻ്റെ മുമ്പ് തന്നെ വീട്ടിലെത്തണം, അല്ലെങ്കിൽ ഇരുട്ടിന് മുമ്പിൽ തന്നെ വീട്ടിലെത്തണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പം വൈകിട്ട് 4 മണിക്ക് മുമ്പ് വീട്ടിലെത്താനായിട്ട് ശ്രദ്ധിക്കണം. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? മൈൻഡ് യു കം ഹോം ബിഫോർ 4 PM. മൈൻഡ് യു കം ഹോം ബിഫോർ 4 PM. ഓക്കെ, എങ്ങനെ പറയാം? മൈൻഡ് യു കം ഹോം ബിഫോർ 4 PM. ഓക്കെ, പറയുന്നത് ഒരു ടോൺ അനുസരിച്ചിട്ട് പറയാം കേട്ടോ. നെക്സ്റ്റ് പോയി കിടക്ക് എങ്ങനെ പറയാം? ഓഫ് ടു ബെഡ്, ഓഫ് ടു ബെഡ്, പോയി കിടക്ക് എന്നാട്ടോ. ദെൻ ഇത് എഴുതിയെടുക്ക്, ഇത് എഴുതിയെടുക്ക് എങ്ങനെ പറയാം? ടേക്ക് ഇറ്റ് ഡൗൺ, ടേക്ക് ഇറ്റ് ഡൗൺ, ഇത് എഴുതിയെടുക്ക്, ടേക്ക് ഇറ്റ് ഡൗൺ. അതുപോലെ തന്നെ നിന്റെ നോട്ട്ബുക്ക് എന്നെ ഒന്ന് കാണിക്ക് എങ്ങനെ പറയാം? ഷോ മീ യുവർ നോട്ട്ബുക്ക്, ഷോ മീ യുവർ നോട്ട്ബുക്ക്, നിന്റെ നോട്ട്ബുക്ക് ഒന്ന് എന്നെ ഒന്ന് കാണിക്കുന്ന കേട്ടോ. നെക്സ്റ്റ് മുറുകെ പിടിക്ക്, അത് മുറുകെ പിടിക്ക് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഹോൾഡ് ഓൺ ടൈറ്റ് എന്നാ പറയാം കേട്ടോ. ഹോൾഡ് ഓൺ ടൈറ്റ്, നിന്റെ കുട മുറുകെ പിടിക്കുന്ന എങ്ങനെ ഇപ്പോൾ പറയാം? ഹോൾഡ് ഓൺ ടൈറ്റ് യുവർ അംബ്രല്ല, എങ്ങനെ പറയാം? ഹോൾഡ് ഓൺ ടൈറ്റ് യുവർ അംബ്രല്ല, എൻ്റെ എന്താണ് കുടയിൽ മുറുക്ക് പിടിക്ക് എന്നാട്ടോ. നെക്സ്റ്റ് എൻ്റെ കണ്ണുകളിൽ നോക്ക് എങ്ങനെ പറയാം? ലുക്ക് ഇൻ മൈ ഐസ്, ലുക്ക് ഇൻ മൈ ഐസ്, എൻ്റെ കണ്ണുകളിൽ നോക്ക്, ലുക്ക് ഇൻ മൈ ഐസ് എന്ന് പറയാം കേട്ടോ. നെക്സ്റ്റ് അവനോട് പോയി ചോദിക്ക്, ഗോ ആൻഡ് ആസ്ക് ഹിം, ഗോ ആൻഡ് ആസ്ക് ഹിം, അവനോട് പോയി ചോദിക്ക്, ഗോ ആൻഡ് ആസ്ക് ഹിം. പോയിട്ട് പെട്ടെന്ന് വാ എന്ന് നമ്മൾ പറയാറുണ്ട് കുട്ടികളോട് അല്ലേ. പോയിട്ട് പെട്ടെന്ന് വാ എങ്ങനെ പറയാം? ഗോ ആൻഡ് ബി ബാക്ക് സൂൺ, ഗോ ആൻഡ് ബി ബാക്ക് സൂൺ, എങ്ങനെ പറയാം? ഗോ ആൻഡ് ബി ബാക്ക് സൂൺ, പോയിട്ട് പെട്ടെന്ന് വരൂ. അത് എടുത്തിട്ട് തന്നെ വെക്ക് നമ്മൾ പറയാറുണ്ട് കുട്ടികളോട് അല്ലേ. എങ്ങനെ പറയാം? പുട്ട് ഇറ്റ് ബാക്ക്, പുട്ട് ഇറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ കേട്ടോ. പുട്ട് ഇറ്റ് ബാക്ക് എന്താണ്? എടുത്തിട്ട് അത് അവിടെ തന്നെ തിരിച്ചു വെക്ക്, പുട്ട് ഇറ്റ് ബാക്ക് എന്ന് പറയാം കേട്ടോ. നെക്സ്റ്റ് ടി വിയുടെ അടുത്ത് നിന്ന് മാറി നിൽക്ക് എങ്ങനെ പറയാം? സ്റ്റാൻഡ് ഓഫ് ദി ടി വി,
സ്റ്റാൻഡ് ഓഫ് ദി ടി വി. ടി വിയുടെ അടുത്തുനിന്ന് മാറി നിൽക്ക്, സ്റ്റാൻഡ് ഓഫ് ദി ടി വി. നെക്സ്റ്റ് പെട്ടെന്ന് തയ്യാറാകുക, പെട്ടെന്ന് റെഡിയാകും എന്ന് പറയാറില്ല. എങ്ങനെ പറയാം? ഗെറ്റ് റെഡി സൂൺ. ഗെറ്റ് റെഡി സൂൺ, പെട്ടെന്ന് റെഡിയാകുക എന്നാട്ടോ. ഇറങ്ങി വരൂ, എങ്ങനെ പറയാം? കം ഡൗൺ. കം ഡൗൺ, ഇറങ്ങി വരൂ. നെക്സ്റ്റ് കോണിപ്പടിയിൽ നിന്നും മെല്ലെ ഇറങ്ങി വരിക, അല്ലെങ്കിൽ സാവകാശം ഇറങ്ങി വരിക. എങ്ങനെ പറയാം? ഗോ സ്ലോലി ഡൗൺ ദ സ്റ്റെയർസ്. ഗോ സ്ലോലി ഡൗൺ ദ സ്റ്റെയർസ് എന്ന് വെച്ചാൽ കോണിപ്പടി ഇറങ്ങിയിട്ട് സാവകാശം ശ്രദ്ധിച്ച് പെട്ടെന്ന് ഇറങ്ങി വാന്ന് പറയാറുണ്ടല്ലോ അല്ലേ. ഗോ സ്ലോലി ഡൗൺ ദ സ്റ്റെയർസ്. പതുക്കെ കോണി ഇറങ്ങി വരൂ. എങ്ങനെ നമുക്ക് പറയാം? വരാന്നുള്ളതിന് കം. അപ്പോൾ എങ്ങനെ പറയാം? കം സ്ലോലി ഡൗൺ ദ സ്റ്റെയർസ്. കം സ്ലോലി ഡൗൺ ദ സ്റ്റെയർസിന് കം സ്ലോലി ഡൗൺ ദ സ്റ്റെയർസ് എന്ന് പറയാം കേട്ടോ. ദെൻ നമ്മൾ കുട്ടികളോട് പറയാറുണ്ട്, നിൻ്റെ ബെഡൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചെന്ന് പറയാറില്ലേ. അതായത് ബെഡ്ഷീറ്റൊക്കെ റെഡിയാക്കി ഒന്ന് വൃത്തിയാക്കി വെക്കുമെന്ന് പറയാറുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ബെഡ് റെഡിയാക്കി വെക്കുന്നതിന് നമുക്ക് മേക്കപ്പ് യുവർ ബെഡ് എന്നായിട്ട് പറയാം. അപ്പോൾ എങ്ങനെ പറയാം? മേക്കപ്പ് യുവർ ബെഡ്. ഗോ ആൻഡ് മേക്കപ്പ് യുവർ ബെഡ് എന്ന് വെച്ചാൽ എന്താണ്? പോയി നിൻ്റെ ബെഡൊക്കെ ഒന്ന് ശരിയാക്കി വെക്ക്. ഗോ ആൻഡ് മേക്കപ്പ് യുവർ ബെഡ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ കുഞ്ഞു സെൻറ്റൻസസ് ആണ് പഠിച്ചത്. അപ്പോൾ എന്താണ്, ഇതൊക്കെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് ഡെയിലി പറയുന്ന സെൻറ്റൻസുകളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള സെൻറ്റൻസുകളൊക്കെ നിങ്ങൾ ഇംഗ്ലീഷിൽ പറയാനായിട്ട് നോക്കുക. അങ്ങനെയൊക്കെ നമ്മുടെയും കുട്ടികളുടെയൊക്കെ ലാംഗ്വേജ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ കുട്ടി സെൻറ്റൻസ് ആണ് പഠിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ലൊരു ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.